ദാരിക നിഗ്രഹത്തിനായി ഭദ്രകാളി ദേവിയെ സഹായിക്കാൻ മഹാദേവൻ തന്റെ ശരീരത്തിൽ നിന്ന് ഒരു മൂർത്തിയെ സൃഷ്ടിക്കുകയും ഭദ്രകാളിയുടെ പടനായകനായി നിയമിക്കുകയും ചെയ്തു. ഈ ശൈവമൂർത്തിയാണ് അന്തിമഹാകാളൻ. ഇടത് കൈയിൽ വില്ലും വലതു കൈയിൽ അമ്പും ധരിച്ച ഉഗ്രമൂർത്തിയാണ് അന്തിമഹാകാളൻ. പണ്ട് രാജാക്കന്മാർ നായാട്ടിന് പോകുമ്പോഴും കളരികളിലും ദേശത്തിന്റെ സംരക്ഷണത്തായി കാവുകളിലും അന്തിമഹാകാളനെ ആരാധിക്കുന്നു. അന്തിമഹാകാലൻ, അന്തിമഹാളൻ, അന്ത്യാളൻ എന്നീ പേരുകളിലും യുദ്ധദേവനായ അന്തിമഹാകാളൻ അറിയപ്പെടുന്നു. അന്തിമഹാകാളന് കാവുകളിൽ ആണ് ആരാധന നടത്താറുള്ളത്. വരിക്കപ്ലാവ് കൊണ്ടുള്ള ദാരുവിഗ്രഹത്തിലാണ് അന്തിമഹാകാളനെ കാവുകളിൽ പ്രതിഷ്ഠിക്കുക പതിവ്. ധാരയും കൂവളമാലയും പ്രധാന വഴിപാടുകളാണ്. കളമെഴുത്ത് പാട്ടുള്ള 18 ശൈവമൂർത്തികളിൽ ഒന്നാണ് അന്തിമഹാകാളൻ. 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രസിദ്ധമായ ഉജ്ജയിനിയിലെ മഹാകാലേശ്വരനും ഈ സങ്കല്പത്തിൽ തന്നെയാണ്. വലിയ ശിവഭക്തനായിരുന്ന കാളിദാസൻ തന്റെ മേഘസന്ദേശത്തിൽ മഹാകാലന്റെ സന്ധ്യാപൂജയെപ്പറ്റി പറയുന്നുണ്ട്. കേരളത്തിലെ ആദി പരദേവതാ സങ്കല്പത്തിൽ ഒന്നാണ് അന്തിമഹാകാളൻ. യുദ്ധദേവതാ സങ്കല്പം ആയതുകൊണ്ട് തന്നെ അതീവ രൗദ്രത നിറഞ്ഞ ഭാവം. ശിവൻ കലിയുഗത്തിൽ അന്തിമഹാകാളനായി തന്റെ ഭക്തരെ അനുഗ്രഹിക്കും എന്നും ഒരു പഴമൊഴിയുണ്ട്.